ഹായ് ഹലോ. അപ്പോൾ നമ്മളിന്ന് വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ലൈക്ക് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് ലൈക്ക് ചെയ്യുകയും തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് അമർത്തുകയും ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ലേ ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ ഇന്ന് എന്തുമായിട്ടാണ് കുക്ക് ചെയ്യാൻ വന്നിരിക്കുന്നത് എന്ന്. ഇത് ചേനപ്പൂവാണ്. കഴിഞ്ഞ കൊല്ലത്തെ ചേന പറിക്കാതെ ഇട്ടപ്പോൾ ഇക്കൊല്ലം മഴ പെയ്തപ്പോഴേ അത് പൂവായിട്ട് വിരിഞ്ഞ് വന്നതാണേ. നമുക്ക് ഈ ചേനപ്പൂവെന്ന് പറയുന്നത് നമുക്ക് കടകളിൽ നിന്നൊന്നും വാങ്ങിക്കാൻ കിട്ടണതല്ല കേട്ടോ. നമ്മുടെ പ്രകൃതിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നൊരു സംഭവമാണ്. പിന്നെ ഈ ചേനപ്പൂവ് വെച്ചിട്ട് നമുക്ക് പല രീതിയിൽ കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. നമുക്ക് തോരൻ ഉണ്ടാക്കാം, പരിപ്പിട്ടിട്ട് കറിയാക്കി വെക്കാം, അതേപോലെ മസാലക്കറി വെക്കാം. അപ്പം നമുക്ക് കാര്യത്തിലേക്ക് വരാം കേട്ടോ. ഞാൻ ഈ ചേനപ്പൂവിൻ്റെ പുറമേയുള്ള ഒരു കവറിങ് ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ വേർപെടുത്തി എടുത്തിട്ടുണ്ട്. അത് നോക്കൂ എന്ത് ഭംഗിയല്ലേ ഇത് കാണാൻ. അതിൻ്റെ ഉള്ളൊക്കെ മൂന്ന് ഷെയ്ഡിൽ നമ്മൾ പിന്നെ അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതിൽ എന്താണെന്ന് വെച്ചാൽ ഒന്നും നമുക്ക് വേസ്റ്റാക്കി കളയാനില്ല, എല്ലാ ഭാഗങ്ങളും ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ഞാനത് മൊത്തത്തിൽ ചെറുതാക്കി അരിഞ്ഞിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാം അരിഞ്ഞെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് എടുക്കാം. അതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഞാൻ വഴിയെ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു ചീനിച്ചട്ടി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളി, ഇഞ്ചി എന്നിവയൊക്കെ അരിഞ്ഞു വെച്ചതാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ കേട്ട സൗണ്ട് എൻ്റെ പോക്കിരി കളിയൊക്കെ കഴിഞ്ഞ് എന്നെ തേടി വന്ന സൗണ്ടാണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് ഉള്ളി അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കണം. ചെറിയ ഉള്ളിയാണ് ഞാൻ എടുത്തിറക്കുന്നത്. അതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു 3 പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പച്ചമുളക് എണ്ണയിൽ കിടന്ന് വന്ന് പച്ചമണം ഇട്ട് വരുമ്പോൾ നമ്മളതിലേക്ക് പിന്നെ ഇട്ട് കൊടുക്കുന്നത് 2 തണ്ട് കറിവേപ്പിലയാണ്. 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് അത് നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ. കറിവേപ്പില ഇട്ട് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ചെറുതായി കട്ട് ചെയ്ത് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ആ ഗ്രേവി ഒന്ന് കുറുകി വരുന്ന സമയത്ത് ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ അതിലേക്ക് 2 ചെറിയ ഉരുളക്കിഴങ്ങാണ് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഇതിലേക്ക് നന്നായി ഇളക്കി യോജിപ്പിക്കുക. എല്ലാ ഭാഗവും നമുക്കത് യോജിച്ച് കിട്ടണേ. എന്നിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, 1 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ചേനപ്പൂവ് അരിഞ്ഞ് വെച്ചതുണ്ടല്ലോ, ആ ചേനപ്പൂവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മളത് നന്നായി മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കണേ. അതിനുശേഷം ഞാൻ അതിലേക്ക് ഒരു 3 ഗ്ലാസ് അളവിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമ്മളത് വീണ്ടും യോജിപ്പിച്ചെടുക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാവുന്നതാണ്. അപ്പോഴേക്കും നമുക്ക് വേറൊരു പാൻ വെച്ച് അതിലേക്ക് മസാല തയ്യാറാക്കാം. അതിനായി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് നാളികേരം ഇട്ട് കൊടുക്കുന്നു. ആ നാളികേരം നന്നായി നമ്മൾ ഇളക്കി ബ്രൗൺ കളർ ആവണ വരെ ഇളക്കി അത് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് പൊടികൾ ആഡ് ചെയ്യുന്നുണ്ട്. ആദ്യം ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്. അതിന് ശേഷം മുളക് പൊടിയും ഒപ്പം തന്നെ അതായത് ഗരം മസാലപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ 1 സ്പൂണ് കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും ഞാൻ സ്പൂൺ അളവിലാണ് എടുത്തിരിക്കുന്നത്. മറ്റേ 2 ടേബിൾ സ്പൂൺ അളവാണ് കേട്ടോ. ഇവയെല്ലാം കൂടി ഇളക്കി നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഈ അരപ്പ് നമ്മൾ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അതിന് ശേഷം നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച്
കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടെ ഇട്ടും നന്നായി മൂപ്പിക്കുക. അത് വറുത്തിടാനാണ്. അതിലേക്ക് നന്നായി മൂത്ത് കഴിയുമ്പോൾ 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ഗ്രേവിയൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ, വെന്തിട്ട് ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വറവിനുള്ള സാധനം ഇവിടെ മൂപ്പായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ സ്വാദിഷ്ടമായ ചേനപ്പൂവ് കറി ഇവിടെ റെഡിയായിരിക്കുന്നു. അപ്പോൾ ചേനപ്പൂവ് എല്ലാവർക്കും കിട്ടിയെന്ന് വരില്ല, പക്ഷേ കിട്ടുന്നവർ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.